നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മുടെ ഫീലിങ്സ് എങ്ങനെ കന്നഡയിൽ പറയാമെന്ന് നോക്കാം. കന്നഡയിൽ അതിന് ഭാവനകൾ എന്ന് പറയും. മലയാളത്തിൽ പക്ഷേ ഭാവന എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ അല്ലേ, പക്ഷേ കന്നഡയിൽ അതിന് ഫീലിങ്സ് എന്നാണ് അർത്ഥം. നമുക്ക് നോക്കാം. ನನಗೆ ತುಂಬ ಖುಷಿ ಆಗ್ತಾ ಇದೆ. ಖುಷി സന്തോഷം, അത് നമുക്ക് സന്തോഷ എന്നും പറയാം. ನನಗೆ ತುಂಬ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ, ನನಗೆ ತುಂಬ ಖುಷಿ ಆಗ್ತಾ ಇದೆ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ನನಗೆ ತುಂಬ ಖುಷി, എനിക്ക് വളരെ സന്തോഷം ಆಗ್ತಾ ಇದೆ, ആകുന്നുണ്ട്. അതായത് അതിനർത്ഥം എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ನನಗೆ ನಿದ್ದೆ ಬರ್ತಾ ಇದೆ. നിദ്ದೆ ഉറക്കം, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ನನ್ನ ಆರೋಗ್ಯ ಚೆನ್ನಾಗಿಲ್ಲ, എൻ്റെ ആരോഗ്യം നന്നല്ല. ನನಗೆ ಸಿಟ್ಟು ಬರ್ತಾ ಇದೆ. സിಟ್ಟು ദേഷ്യം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ಬರುತ್ತಾ ಇದೆ വരുന്നുണ്ട്. ನನಗೆ ನಾಚಿಕೆ ಆಗುತ್ತದೆ. ನಾಚಿಕೆ നാണം, ನನಗೆ എനിക്ക് നാണമാകുന്നു. ನಾನು ഒಬ್ಬಂಟಿಯಾಗಿದ್ದೇನೆ. ഒಬ್ಬಂಟಿ അതായത് ഒറ്റയ്ക്കുള്ള ഒരവസ്ഥ, അതായത് എല്ലാവരും ഉണ്ടായിട്ട് പോലും ഒറ്റയ്ക്കാണെന്ന് തോന്നൽ. ഒಬ್ಬಂಟಿ ഏകൻ. ನಾನು ಒಬ್ಬಂಟಿಯಾಗಿದ್ದೇನೆ, ഞാൻ ഏകനാണ്. ನನಗೆ ಬಾಯಾರಿಕೆ ಆಗ್ತಾ ಇದೆ. ಬಾಯಾರಿಕೆ ദാഹം, എനിക്ക് ദാഹം ആകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ദാഹിക്കുന്നു. ನನಗೆ ಹಸಿವಾಗ್ತಾ ಇದೆ. ഹസിവ് വിശപ്പ്, ನನಗೆ ಹಸಿವಾಗ್ತಾ ಇದೆ, എനിക്ക് വിശപ്പ് ആകുന്നുണ്ട്. അതിനർത്ഥം എനിക്ക് വിശക്കുന്നു. ನನಗೆ ಸ್ವಲ್ಪಾನು ತಾಳ್ಮೆಯಿಲ್ಲ. താഴ്മ ക്ഷമ, എനിക്ക് അല്പം പോലും ക്ഷമയില്ല. സ്വൽപ്പ കുറച്ച് അല്ലെങ്കിൽ അല്പം, സ്വൽപ്പാനു കുറച്ചു പോലും അല്ലെങ്കിൽ അല്പം പോലും, താഴ്മയില്ല ക്ഷമയില്ല. ಏನೋ ನನಗೆ ಬೇಸರವಾಗ್ತಾ ಇದೆ. എന്തോ എനിക്ക് ಬೇಸರ സങ്കടം, ಆಗ್ತಾ ಇದೆ ആകുന്നുണ്ട്, എനിക്കെന്തോ സങ്കടം തോന്നുന്നു. ನನಗೆ ತುಂಬ ಸುಸ್ತಾಗಿದೆ. സുസ്തു ക്ഷീണം, ನನಗೆ ತುಂಬ സുസ്ತಾಗಿದೆ, എനിക്ക് നല്ല ക്ഷീണം ആಗಿದೆ, അത് ആയിട്ടുണ്ട്. അതിനർത്ഥം എനിക്ക് നല്ല ക്ഷീണം ഉണ്ട്. ನನಗೆ ಏನೋ ಒಂದು ಅನುಮಾನ, എനിക്ക് എന്തോ ഒരു സംശയം. അനുമാന സംശയം. ನೀನು ಅಸೂಯೆ ಪಡಬೇಡ. ಅಸೂಯೆ ಅಸೂಯ, ನೀನು ಅಸೂಯೆ ಪಡಬೇಡ, ನೀ ಅಸೂಯೆ ಪಡೇണ്ട. ನನಗೆ ನಿಮ್ಮ ಬೆಂಬಲ ಬೇಕು. ಬೆಂಬಲ സപ്പോർട്ട്. അപ്പോൾ ನನಗೆ എനിക്ക് നിങ്ങളുടെ പിന്തുണ വേണം. ನನಗೆ ಆ ವಿಷಯದ ಬಗ್ಗೆ ಪಶ್ಚಾತ್ತಾಪವಾಯಿತು. എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പശ്ചാത്താപമായിത്തു, അതായത് പശ്ചാത്താപം തോന്നി. ನಾನು ಗೊಂದಲದಲ್ಲಿದ್ದೇನೆ. ಗೊಂದಲ കൺഫ്യൂഷൻ. ನಾನು ಗೊಂದಲದಲ್ಲಿದ್ದೇನೆ, ഞാൻ കൺഫ്യൂഷനിലാണ്, ചിന്താകുഴപ്പത്തിലാണ്. ಕೆಟ್ಟ ಅಭ್ಯಾಸವನ್ನು ಬಿಡಬೇಕೆಂದಿದ್ದೇನೆ. ಕೆಟ್ಟ ಅಭ್ಯಾಸ ചീത്ത ശീലം. ಕೆಟ್ಟ ಅಭ್ಯಾಸವನ್ನು ശീതശീലങ്ങൾ ಬಿಡಬೇಕೆಂದಿದ್ದೇನೆ, ഉപേക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ചಟ അതായത് അഡിക്ഷൻ, ആസക്തി. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ಕೆಟ್ಟ ಚಟವನ್ನು ಬಿಡಬೇಕೆಂದಿದ್ದೇನೆ. ನನಗೆ ನೋವಾಗಿದೆ. എനിക്ക് വേദനിച്ചു. നോವು വേദന. ಮನಸ್ಸಿಗೆ ಆದ ಗಾಯ ಗುಣವಾಗುವುದಿಲ್ಲ. ಗಾಯ ಮುರಿവ്, ನೋವು വേദന.
മനസ്സിಗೆ ಆದಗಾಯ, മനസ്സിന് പറ്റിയ, അതായത് മനസ്സിനേറ്റ മുറിവ് ഗുണവാകുವುದಿಲ್ಲ, മുറിവ് ഉണങ്ങില്ല, ഗുണവാಗುವುದಿಲ್ಲ, അത് മാറില്ല. ನನಗೆ ಅವಳ ಭವಿಷ್ಯದ ಬಗ್ಗೆನೇ ಚಿಂತೆ, ചിന്ത. എനിക്ക് അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്ത, അവളുടെ ഭാവിയെക്കുറിച്ചാണ് എനിക്ക് ചിന്ത. ನನಗೆ ಹೆದರಿಕೆ ಆಗುತ್ತದೆ, ನನಗೆ ಹೆದರಿಕೆ ಆಗುತ್ತಿದೆ ಎಂದು പറയാം. ಹೆದರಿಕೆ പേടി, ನನಗೆ ಹೆದರಿಕೆ ಆಗುತ್ತದೆ, എനിക്ക് പേടിയാകുന്നു. ನನಗೆ ഭയവാಗುತ್ತದೆ, ഭയം എന്നും പറയാം. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് ಹೆದರಿಕೆ എന്ന വാക്കാണ്. അവള് ആഘാതಕ್ಕೊಳಗಾಗಿದ್ದಾಳೆ, അത് അവൾ ഷോക്കിലാണ്. ನಾನು ನಿಮ್ಮ ಬಗ್ಗೆ ಹೆಮ್ಮೆ ಪಡುತ್ತೇನೆ, ಹೆಮ್ಮೆ അത് അഭിമാനം. ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് പറയാറില്ല, അതുപോലെ ನಾನು ನಿಮ್ಮ ಬಗ್ಗೆ ಹೆಮ್ಮೆ ಪಡುತ್ತೇನೆ, ഞാൻ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു. ಹೆಮ್ಮೆ, അഭിമാനം. ചേർക്കുകയാണെങ്കിൽ എമ്മെ എന്നാണെങ്കിൽ എരുമ എന്നാണ് അർത്ഥം. ನಾನು ಗಾಬರಿಯಾದೆ, അതായത് ഞാൻ പേടിച്ചുപോയി. ಹೆದರಿಕೆ എന്നതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഗാബറി. ഞാൻ പേടിച്ചുപോയി, അത് പാനിക്കായി. ಇದ್ದಕ್ಕಿದ್ದಂತೆ ಅವಳನ್ನು ನೋಡಿ ನನಗೆ ತುಂಬ ಆಶ್ಚರ್ಯವಾಯಿತು. ಇದ್ದಕ್ಕಿದ್ದಂತೆ, അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ പെട്ടെന്ന്. അവളನ್ನು ನೋಡಿ, അവളെ കണ്ട് ನನಗೆ ತುಂಬ ആശ്ചര്യമായിത്തു, എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. ആശ്ചര്യം ആയി, അതായത് ആശ്ചര്യം തോന്നി. ಸಣ್ಣ ವಿಷಯಕ್ಕೆ ಕೋಪ ಮಾಡಿಕೊಳ್ಬೇಡ, ಹೋಗಿ ರಾಜಿ ಮಾಡ್ಕೋ. കോപ്പ, അത് പിണക്കം. ഇതിന് രണ്ടർത്ഥമുണ്ട്. കോപ്പ എന്ന് പറയുമ്പോൾ പിണക്കം, പിന്നെ ദേഷ്യം. സണ്ണ വിഷയಕ್ಕೆ കോപ്പ ಮಾಡಿಕೊಳ್ಬೇಡ, ചെറിയ വിഷയത്തിന്, അത് ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കണ്ട. ഇല്ലെങ്കിൽ സണ്ണ വിഷയಕ್ಕೆ കോപ്പ ಮಾಡಿಕೊಳ್ಬೇಡ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങിയിരിക്കേണ്ട എന്നർത്ഥം. ಹೋಗಿ ರಾಜಿ ಮಾಡ್ಕോ, പോയി സംസാരിക്ക്. കോപ്പ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് രാജി. മലയാളത്തിൽ നമ്മൾ രാജിവെക്കുക എന്നുള്ള വാക്കുണ്ട്, പക്ഷെ അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. സറിയാಗಿ വർത്തിസു, നന്നായി പെരുമാറൂ. വರ್ತನೆ, പെരുമാറ്റം. വർത്തിസു, പെരുമാറൂ. വേറൊരു പെരുമാറ്റത്തിന് വേറൊരു വാക്കാണ് നടവಳಿಕೆ. ನನ್ನ നടവಳಿಕೆಯಲ್ಲಿ ಏನು ತಪ್ಪಾಗಿದೆ? എൻ്റെ പെരുമാറ്റത്തിൽ എന്താണ് തെറ്റുപറ്റിയത്? നടവಳಿಕೆ, പെരുമാറ്റം. ನನಗೆ ಕಿರಿಕಿರಿ ಆಗ್ತಾ ಇದೆ, എനിക്ക് അസ്വസ്ഥത തോന്നുന്നു. അസ്വസ്ഥത ആകുന്നുണ്ട്, അതിനർത്ഥം അസ്വസ്ഥത തോന്നുന്നു. ನನಗೆ ಸಾಕಾಯಿತು, എനിക്ക് മതിയായി. ഒത്തിരി ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും എനിക്ക് സാക്കായിത്തു, എനിക്ക് മതിയായി. പല കാര്യത്തിലും നമുക്ക് എനിക്ക് മതിയായി എന്ന് പറയാം അല്ലേ? അപ്പോഴൊക്കെ നമുക്ക് ಸಾಕಾಯಿತು എന്ന് പറയാം. ನಿಮ್ಮ ಅನಿಸಿಕೆ ಹೇಳಿ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. ನಿಮ್ಮ ಅನಿಸಿಕೆ ತಿಳಿಸಿ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. ನಾನು ಬೆಚ್ಚಿಬಿದ್ದೆ, ഞാൻ ഞെട്ടിപ്പോയി. ആദ്യം ഞാൻ 32 വരെ ആയിരുന്നു ചെയ്തിരുന്നത്, പിന്നീട് ഇത് കൂട്ടിച്ചേർത്തതാണ്. ഏതായാലും നമുക്ക് നോക്കാം. ನೀನೆಂದರೆ ನನಗೆ ತುಂಬ ಇಷ್ಟ, ನೀನೆಂದರೆ ನನಗೆ ತುಂಬ പ്രീതി. അപ്പോൾ ഈ രണ്ട് വാക്കുകളും ഇഷ്ട, പ്രീതി ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നീനെന്തരെ, നീനു അന്തരെ, നീ എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നോക്കിക്കോളൂ, ನಾನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತೇನೆ, ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. അപ്പോൾ പ്രേമിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ನಾನು ಸಹ ನಿನ್ನನ್ನು ಇಷ್ಟಪಡುತ್ತೇನೆ, ನಾನು ഞാൻ, ನಾನು
ഞാനും. അപ്പോൾ അതിനുള്ള പകരമുള്ള വാക്കാണിത് നാനും സഹ, അതായത് ഞാനും കൂടി. ഞാനും നിന്നെ ഇഷ്ടപ്പെടുന്നു, ಇಷ್ಟಪಡುತ್ತೇನೆ, ಇಷ್ಟಪಡುന്നു. ನಾನು ಅವಳ ಮೇಲೆ ಸೇಡು ತೀರಿಸಿಕೊಳ್ಳುತ್ತೇನೆ. ഞാൻ അവളെ മേലെ, അവളുടെ മുകളിൽ എന്നല്ല, അതായത് അവളോട്, സേഡു പ്രതികാരം, തീരിസിക്കൊള്ളുത്തേനെ അത് വീട്ടും, ഞാൻ അവളോട് പ്രതികാരം വീട്ടും, പ്രതികാരം ചെയ്യും. നീನು ನನ್ನನ್ನು ಯಾಕೆ ನಿರ್ಲಕ್ಷಿಸುತ್ತಿದ್ದೀಯಾ? നീ എന്തിനാണ് എന്നെ നിർലക്ഷിക്കുന്നത്, അതായത് എന്തിനാണ് എന്നെ അകറ്റുന്നത്, അവോയ്ഡ് ചെയ്യുന്നത്. ನನಗೆ ತೊಂದರೆ ಕೊಡಬೇಡ. ತೊಂದರೆ ശല്യം. ನನಗೆ ತೊಂದರೆ ಕೊಡಬೇಡ, എനിക്ക് ശല്യം തരേണ്ട, അതായത് എന്നെ ശല്യപ്പെടുത്തേണ്ട. ನನಗೆ ಅಳು ಬರ್ತಾ ಇದೆ. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, അതായത് എനിക്ക് കരയാൻ തോന്നുന്നു. തമാശ ಮಾಡಬೇಡಿ. തമാശ കളിയാക്കൽ. തമാശ ಮಾಡಬೇಡಿ, കളിയാക്കല്ലേ. ഈ വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞ വാചകമായിരുന്നു, എന്നെ തമാശ ചെയ്യല്ലേ എന്ന്. അപ്പോൾ അവർ ഒത്തിരി ചിരിച്ചു. ನಾನು ಸೋತೆ, ഞാൻ തോറ്റു. ನಾನು ಗೆದ್ದೆ, ഞാൻ ജയിച്ചു. ನಿಮ್ಮನ್ನು ನೋಡಲು ಆಸೆ ಆಗ್ತಾ ಇದೆ. ಆಸೆ ആഗ്രഹം. ನಿಮ್ಮನ್ನು ನೋಡಲು ಆಸೆ ಆಗ್ತಾ ಇದೆ, നിങ്ങളെ കാണാൻ ആഗ്രഹം തോന്നുന്നു. സ്വീറ്റ്സ് തിന്നോದಕ್ಕೆ ಆಸೆ ಆಗ್ತಾ ಇದೆ. അപ്പോൾ സ്വീറ്റ്സ് തിന്നാൻ ആഗ്രഹം തോന്നുന്നു. ನೀನು ಧೈರ್ಯದಿಂದಿರು. ധൈര്യം നമുക്ക് രണ്ട് രീതിയിലും എഴുതാം. ധൈര്യം ഈ രീതിയിലും എഴുതാം. അപ്പോൾ നീ ധൈര്യമായിരിക്കും. ദയ തോറിസു, കരുണ തോറിസു, അതായത് ദയ കാണിക്കും. ദയ കന്നഡ ദയെ, കരുണ കരുണെ. ആತಂಕಪಡಬೇಡ, ആശങ്കപ്പെടേണ്ട. ಆತಂಕ ആശങ്ക. ಎಷ್ಟು അസഹ്യವಾಗಿದೆ ನೋಡು. എന്ത് അസഹ്യമാണ് നോക്കൂ, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യം, അതായത് നമുക്ക് അത്രയ്ക്കും വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും കാണുകയാണ് നമ്മൾ പറയാം അല്ലേ, എന്തൊരു അസഹ്യമാണ്. അപ്പോൾ ಎಷ್ಟು ಅಸಹ್ಯವಾಗಿದೆ ನೋಡು. ನನಗೆ ಸುಳ್ಳು ಭರವಸೆ ಕೊಡಬೇಡಿ. എനിക്ക് സുള്ളു ഭരവസെ, അതായത് തെറ്റായ പ്രതീക്ഷ നൽകണ്ട. കൊടുಬೇಡಿ തരേണ്ട, അതായത് ഇവിടെ വെറുതെ എനിക്ക് പ്രതീക്ഷ തരേണ്ട എന്നർത്ഥം. ಯಾಕೆ ನಿನಗಿಷ್ಟೊಂದು ಕುತೂಹಲ? എന്തിനാണ് നിനക്ക് ഇത്രയും ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം എന്താണ്? നിരാശകൊള്ളಬೇಡಿ. നിരാശകൊള്ളಬೇಡಿ, നിരാശപ്പെടരുത്. ಹಗಲು ಕನಸು ಕಾಣಬೇಡಿ. ಹಗಲು ಕನಸು ಕಾಣಬೇಡ. സ്പീഡിൽ വായിക്കുമ്പോൾ ഹകൽ കനസ് കാണಬೇಡ, അപ്പോൾ പകൽ കിനാവ് കാണേണ്ട. നമ്മളിൽ അപ്പനമ്പിಕೆ ഇറಬಾರದು. നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവ് ഉണ്ടാകരുത്. നമ്മല്ലി, അതായത് നമ്മളിൽ, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ വിശ്വാസക്കുറവ് ഉണ്ടാകരുത്. അവളನ್ನು ನಂಬಬೇಡಿ. അവളെ വിശ്വസിക്കരുത്. ನನಗೆ ನೆಮ್ಮದಿನೇ ಇಲ್ಲ. എനിക്കൊരു സമാധാനവും ഇല്ല. ನನಗೆ ನೆಮ್ಮದಿയില്ല, എനിക്ക് സമാധാനമില്ല. ನನಗೆ ನೆಮ್ಮದಿನೇ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എന്ന വാക്ക് ചേർത്തിരിക്കുന്നത്. എനിക്കൊരു സമാധാനവും ഇല്ല. ಯಾರಿಗೂ അസമാധാനವಿರಬಾರದು. അസമാധാന അതൃപ്തി, ആർക്കും അതൃപ്തി ഉണ്ടാകരുത്. നന്നനെ ಯಾಕೆ ಬೈತಿದ್ದೀರಾ? എന്നെ എന്തിനാണ് വഴക്ക് പറയുന്നത്? ಅವರು ನನ್ನನ್ನು ಬೆದರಿಸಿದರು. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ಬೆದರಿಸು, ഭീഷണിപ്പെടുത്തുക. അവർ നನ್ನನ್ನು ಬೆದರಿಸಿದರು. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ನಾನು ನಿಮಗೆ ಎಚ್ಚರಿಕೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ്.
ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒಂಟಿತನ ನನ್ನನ್ನು ಕಾಡ್ತಾ ಇದೆ. കാടുത്ത എഴുതുമ്പോൾ കാർത്ത സംസാരിക്കുമ്പോൾ. അപ്പോൾ ഒണ്ടിത്തന ഏകാന്തത എന്നെ വേട്ടയാടുന്നു. ಯಾಕೆ ನನ್ನನ್ನು ರೇಗಿಸುತ್ತಿದ್ದೀಯಾ? ರೇಗಿಸು അത് ദേഷ്യം പിടിപ്പിക്കുക. നನ್ನನ್ನು ಯಾಕೆ ರೇಗಿಸುತ್ತಿದ್ದೀಯಾ? എന്നെ എന്തിനാണ് ദേഷ്യം പിടിപ്പിക്കുന്നത്? ಯಾಕೆ ಸಿಡುಕುತ್ತಿದ್ದೀಯಾ? എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം, ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಯಾರೆಲ್ಲ ಇದ್ದಾರೆ? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് തന്നെയാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത്. ನೀವು ಯಾರೆಲ್ಲ ಇದ್ದೀರಾ ಮನೆಯಲ್ಲಿ? നിങ്ങൾ ആരൊക്കെയുണ്ട് വീട്ടിൽ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഒത്തിരി ടഫാണോ? എല്ലാം ഒച്ചത്തിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.